ഹലോ അസ്സലാമു അലൈക്കും. ഞാനിന്ന് കാണിക്കുന്നത് നോർമൽ പാൻറ്റിൻ്റെ കട്ടിംഗ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അല്ലേ. സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. ഒരു പാൻറ്റ് തയ്ക്കാൻ വേണ്ടി നമ്മൾ തുടങ്ങുമ്പോൾ ആദ്യം നമുക്ക് രണ്ടളവാണ് പാൻറ്റിൻ്റെ വേണത്. ഒന്ന് ലെങ്ത്തും ഒന്ന് ഹിപ്പ് ചുറ്റളവും. ആ രണ്ടളവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് ലെങ്ത്താണ് നോക്കേണ്ടത്. അപ്പോൾ അതിന് നമ്മളെ പൊക്കളിൻ്റെ 1 ഇഞ്ച് മേലെ ടേപ്പ് പിടിച്ചിട്ട് അവിടെ നിങ്ങളുടെ താഴേക്ക് നിലം വരെയാണ് നമുക്ക് അളവെടുക്കേണ്ടത്. ഈ ഫോട്ടോയിൽ കാണുന്നില്ലേ, അതുപോലെ പൊക്കളിൻ്റെ 1 ഇഞ്ച് മുകൾ മുതൽ താഴെ കാലിൻ്റെ അടി വരെ, കാരണം നമ്മളെ നിലം വരെ. നമ്മൾ വേറൊരാളെ അളവെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ അര മുതൽ നിലം വരെ നമുക്ക് എടുക്കാൻ എളുപ്പമാണല്ലോ അല്ലേ. അപ്പോൾ അത് നേരെ മറിച്ച് നമ്മളെ തന്നെ അളവെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിന് ടാപ്പിൻ്റെ ഒന്നില്ലേ, 1 എന്നുള്ളത് നമ്മളെ കാലിൻ്റെ തള്ള വിരലിൻ്റെയും അതിൻ്റെ അപ്പുറത്തുള്ള വിരലിൻ്റെയും ഇടയിൽ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ നമ്മൾ പിടിക്കുക. ടാപ്പിൻ്റെ 1 എന്നുള്ളത് അവിടെ വെച്ചിട്ട് മേലേക്ക് എവിടെയാണോ നമ്മളുടെ പൊക്കളിൻ്റെ 1 ഇഞ്ച് മേലെ വരുന്നത് അവിടെ നോക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മളെ അളവ് കിട്ടും. മനസ്സിലായില്ലേ? ടാപ്പിൻ്റെ 1 എന്നുള്ള ഭാഗം കാലിൻ്റെ തള്ളാവിരലിൻ്റെയും അതിൻ്റെ അപ്പുറത്തുള്ള വിരലിൻ്റെയും ഇടയിൽ വെച്ചിട്ട് മേലേക്ക് ടേപ്പ് പൊക്കുക. നമ്മളെ തന്നെ അളവെടുക്കണതാണ് പറയണത്. അപ്പോൾ നമുക്ക് നമ്മളെ ശരിക്കും ലെങ്ത്ത് കിട്ടും. അതിനുശേഷം നമ്മൾ ഹിപ്പ് ചുറ്റളവാണ് എടുക്കുന്നത്. അത് നമ്മൾ എടുക്കുന്നത് നമ്മളെ പൊക്കളിൻ്റെ 1 ഇഞ്ച് താഴെ ചുറ്റി പിടിക്കുക. ഒരു വിരൽ ഉള്ളിലേക്ക് വെച്ചിട്ട് ടേപ്പ് കറങ്ങുന്ന രീതിയിൽ ചുറ്റിയെടുക്കുക. അതാണ് നമ്മളെ ഹിപ്പ് ചുറ്റളവ്. ഞാൻ ഈ ഫോട്ടോയിൽ കാണിക്കണ പോലെ നമുക്ക് അളവെടുക്കാം. അങ്ങനെ 2 അളവാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. എൻ്റെ അളവാണ് കേട്ടോ ഞാനിനി ഇതിൽ പറഞ്ഞു തരുന്നത്. എനിക്ക് ലെങ്ത്ത് വരുന്നത് 37 ഇഞ്ചാണ്. ഞാൻ ഈ പറഞ്ഞ അളവിൽ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് 37 ഇഞ്ചാണ് കേട്ടോ. പിന്നെ ഹിപ്പ് ചുറ്റളവ് എനിക്ക് കിട്ടിയത് 43 ഇഞ്ചാണ്. ഈ 2 അളവാണ് നമുക്ക് വേണ്ടുള്ളൂ. അതിനുശേഷമാണ് ഈ മെത്തേഡ് കൂട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ ഇറക്കത്തിലേക്ക് നമ്മൾ എത്രയാണോ ഇറക്കം അതിലേക്ക് നമുക്ക് നിർബന്ധമായും 4 ഇഞ്ച് കൂട്ടണം. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും എന്തായാലും 4 ഇഞ്ച് കൂട്ടണം. അപ്പോൾ എൻ്റെ 37 + 4 + 1 ഇഞ്ചും കൂടി കൂട്ടുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ക്രോച്ച് ഭാഗം മേലേക്ക് കയറുന്നൊരു പ്രശ്നമുണ്ട്. അത് കയറുന്ന പ്രശ്നമുള്ളവർക്ക് മാത്രം ഈ 4 ഇഞ്ച് കൂടെ 1 ഇഞ്ചും കൂടി കൂട്ടുക. അതല്ല അങ്ങനെ ഒരു പ്രശ്നമില്ലേ, അവർക്ക് 4 ഇഞ്ച് മാത്രം നിർബന്ധമായും കൂട്ടിയാൽ മതി. അതല്ലാത്തവർക്കാണ് 5 ഇഞ്ച് കൂട്ടുന്നത്. അപ്പോൾ എൻ്റെ മൊത്തം ലെങ്ത്ത് എനിക്ക് കിട്ടിയിട്ടുള്ളത് 42 ഇഞ്ചാണ്. അപ്പോൾ ഇനി ഹിപ്പ് ചുറ്റളവിൻ്റെ നോക്കാം. ഹിപ്പ് ചുറ്റളവിലേക്ക് നിർബന്ധമായും എല്ലാവർക്കും 10 ഇഞ്ച് കൂട്ടണം. ചെറിയവർക്കും വലിയവർക്കും എല്ലാവർക്കും ഹിപ്പ് ചുറ്റളവിൽ കൂടെ 10 ഇഞ്ച് കൂട്ടണം. അപ്പോൾ എനിക്ക് കിട്ടിയത് 53. 10 ഇഞ്ച് കൂട്ടിയപ്പോൾ എനിക്ക് കിട്ടിയത് 53 ആണ്. പിന്നെ അടുത്തത് അടി ലൂസാണ്. ഈ താഴെ കൊടുക്കുന്ന ലൂസ് അത് 8 ഇഞ്ചാണ് കൊടുക്കുക. അത് ഓരോ പ്രായക്കാർക്കും ഓരോ കണക്കാണ്. നമുക്ക് ഈ വലിയവർക്ക് കൊടുക്കുന്നത് 8 ഇഞ്ചാണ്. അതിൻ്റെ കുറച്ച് താഴെയുള്ളവർക്ക് കൊടുക്കുന്നത് 7 ഇഞ്ചാണ്. അതിൻ്റെ താഴെ ഒരു സ്കൂളിലൊക്കെ പഠിക്കുന്ന മക്കൾക്ക് കൊടുക്കുന്നത് 6 ഇഞ്ചാണ്. ഏറ്റവും ചെറിയ കുട്ടികൾക്ക് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നത് 5 ഇഞ്ചാണ്. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ ഈ പാൻറ്റിന് എങ്ങനെയാണ് വരഞ്ഞിട്ട് കാണിച്ചു തരാം, എങ്ങനെയാണ് നമ്മൾ അളവെടുക്കുന്നത് എന്നുള്ളത്. ആദ്യം ഞാൻ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ലെങ്ത്ത് എനിക്ക് കിട്ടിയിട്ടുള്ളത് 42 ഇഞ്ചാണ്. അതാണ് ഞാൻ ഈ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളെ ഹിപ്പ് ചുറ്റളവാണ് നോക്കുന്നത്. ഈ ഹിപ്പ് ചുറ്റളവ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എൻ്റെ 43 + 10 53 ആണല്ലോ കിട്ടിയത്. ഈ 53നെ 4 കൊണ്ട് ഹരിക്കണം. നമ്മൾ തുണി 4 ആക്കിയിട്ടാണല്ലോ മടക്കിയിടുക. അപ്പം അത് കാരണം 4 കൊണ്ട് ഹരിക്കണം. ഞാൻ ഹരിക്കുകയാണ് കേട്ടോ, അതാണ് അവിടെ കാണിക്കാത്തത്. അപ്പം 4 കൊണ്ട് ഹരിച്ചിട്ട് എനിക്ക് കിട്ടിയത് 13.5 ആ 13.5 നമ്മൾ തയ്യൽ തുമ്പോ ഒന്നും നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ 13.5 നേരെ നമുക്കവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്ക് കിട്ടിയിട്ടുള്ളത് 13.5. ഓരോരുത്തരുടെ അളവും ഓരോ തരത്തിലായിരിക്കും. അപ്പോൾ ഞാൻ 13.5 13.25 എനിക്ക് കിട്ടിയത്. ഞാനത് 13.5 കൊടുക്കുന്നത്. അതുണ്ടാവും, അത്ര മതി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഹിപ്പ് ചുറ്റളവിൻ്റെ നമുക്ക് ഒരു ഭാഗം കിട്ടിയിട്ടുള്ളത്. ഇതെങ്ങനെയാണെന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പോൾ ഇനി അടുത്തത് ക്രോച്ച് ലെങ്ത്താണ്. ഈ ക്രോച്ച് ലെങ്ത്ത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ലെങ്ത്ത് ഉണ്ടല്ലോ 37. ഈ 37നെ 7ൽ കൂടി
5 ഇഞ്ച് കൂട്ടുക. ഞാൻ പഴയ പറഞ്ഞ കണക്കൊന്നുമല്ല കേട്ടോ. ക്രോച്ചിൽക്ക് എന്തായാലും നമ്മളെ ലെങ്ത്തിൽ കൂടി 5 ഇഞ്ച് കൂട്ടിയിട്ട് ആ 5 ഇഞ്ച് കൂട്ടിയിട്ട് എത്രയാണോ നമുക്ക് കിട്ടിയത് ആ കിട്ടിയതിനെ 3 കൊണ്ട് ഹരിക്കുക. ഈ പറയുന്ന മെത്തേഡുകളും കാര്യങ്ങളും നിങ്ങൾ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആവും കേട്ടോ. പിന്നെ ഒരാൾ ആശ്രയം ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് വേറൊരാൾ വന്നു കഴിഞ്ഞാൽ അവർ ഡ്രസ്സ് തരുന്നതിനേക്കാട്ടിലും ഞാൻ അളവെടുത്ത് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾ പറയൂ. അതിനാണ് ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നത്. സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ലെങ്ത്തിലേക്ക് 5 ഇഞ്ച് നിർബന്ധമായും എല്ലാവർക്കും കൂട്ടിയിരിക്കണം. അങ്ങനെ 5 ഇഞ്ച് കൂട്ടിയിട്ട് അതിനെ 3 കൊണ്ട് ഹരിക്കുക. ഇതെല്ലാ പ്രായക്കാർക്കും ഇങ്ങനെ തന്നെയാണ് ക്രോച്ചിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത്. നമ്മളെ ലെങ്ത്തിലേക്ക് 5 ഇഞ്ച് കൂട്ടി 3 കൊണ്ട് ഹരിച്ച് അതിൽക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പ്. എത്രയാണോ കിട്ടിയത് അതിൽക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പ്. എനിക്ക് കിട്ടിയത് 14 ഇഞ്ചാണ്. ആ 14 ഇഞ്ചിൽ കൂടി 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഞാൻ ആഡ് ചെയ്തു. അങ്ങനെ എനിക്ക് 15 ഇഞ്ചാണ് എൻ്റെ ക്രോച്ച് ലെങ്ത്ത് കിട്ടിയത്. പിന്നെ നമുക്ക് ക്രോച്ചിൻ്റെ വീതി നോക്കുന്നത് വലിയവർക്ക് 3 ഇഞ്ചാണ് വീതി കൊടുക്കേണ്ടത്. ചെറിയവർക്ക് 2.5 ഇഞ്ച് മതി. വലിയവർക്ക് 3 ഇഞ്ചാണ് ക്രോച്ച് കൊടുക്കുന്നത്. പിന്നെ ക്രോച്ചിന് വരയാൻ സൈഡ് ഇങ്ങനെ ചെരിച്ച് വരഞ്ഞു കൊടുക്കുമല്ലോ, ആ വരഞ്ഞു കൊടുക്കാൻ വയ്ക്കാത്തവർക്ക് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അതിൽ കൂടെ വരഞ്ഞു കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ അടി ലൂസ് നോക്കാം. അടി ലൂസ് 8 ഇഞ്ചാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആ 8 ഇഞ്ച് ഇതാ ഞാനിതിൽ താഴെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിതാ മേലക്കൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതെന്താ നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടാവില്ലേ? അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് താഴെ മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ പെർഫെക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നേരെ സ്ട്രൈറ്റായിട്ട് നേരെ മേലക്ക് 2 ഇഞ്ച് മേലക്ക് സ്ട്രൈറ്റായിട്ട് അളവെടുക്കുക. എന്നിട്ട് ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ ഞാൻ ഈ വരഞ്ഞ പോലെ ക്രോച്ചിൻ്റെ അറ്റം മുതൽ വരഞ്ഞു കൊടുക്കേണ്ടത്. നേരെ താഴേക്കല്ല നമുക്ക് വരഞ്ഞു കൊടുക്കേണ്ടത്. ആ 2 ഇഞ്ചിൻ്റെ എവിടെയാണോ വന്ന് നിൽക്കുന്നത് അവിടേക്കാണ് വരഞ്ഞു കൊടുക്കേണ്ടത്. അവിടെ നിന്ന് അങ്ങോട്ട് കോണായിട്ട് ഞാൻ ഈ വരഞ്ഞ പോലെ തന്നെ കോണായിട്ട് താഴേക്ക് ചെരിച്ചു വരഞ്ഞു കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ? എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങൾക്ക് അതിൽ കയറിയാൽ മതി. നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള പിക്ക് എനിക്ക് വിട്ടുതരണം. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് മറുപടി തരേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും എന്തായാലും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. പിന്നെ ലെങ്ത്തും ഹിപ്പിൻ്റെ ചുറ്റളവിൻ്റെ ഭാഗവും ക്രോച്ച് ലെങ്ത്തും അടിലൂസും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കിനി തുണിയിൽ എങ്ങനെയാണിത് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം. ഞാൻ അതിനെടുത്തിട്ടുള്ളത് ക്രേപ്പിൻ്റെ മെറ്റീരിയൽസാണ് കേട്ടോ. ഞാൻ ഓഫറിൽ കണ്ടപ്പോൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 2 ആക്കിയിട്ട് മടക്കണം. വീതിയല്ല ഞാൻ മടക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളൊരു തുണിയുടെ അറ്റം മുതൽ നമ്മളെപ്പോഴും സേവിങ് ചെയ്യാൻ നോക്കണം. തോന്നിയ പോലെ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യുക, അങ്ങനെയൊന്നും ചെയ്യരുത്. അപ്പോൾ നമുക്ക് കുറേ ക്ലോത്ത് വേസ്റ്റായി പോകും. ഞാനിതിൻ്റെ കണ്ടില്ലേ ഒരു ഭാഗത്തു നിന്നാണ് മടക്കിയിട്ടിട്ടുള്ളത്. ബാക്കിയുള്ള ഭാഗമൊക്കെ താഴേക്ക് അവിടെ കിടക്കുന്നുണ്ട്. ഒരു ഭാഗം മാത്രമേ ഞാൻ മടക്കിയിട്ടിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായോ? തുണി നീളത്തിൽ മടക്കിയിട്ട് പിന്നെ അത് 2 ആക്കി മടക്കിയിടുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ പാൻറ്റിന് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ലെങ്ത്തിൽ മാത്രമേ ഉള്ളൂ ഞാൻ മടക്കിയിട്ടിട്ടുള്ളത്. ബാക്കിയുള്ള ക്ലോത്തൊക്കെ ഞാൻ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിക്കുകയാണ്. പിന്നെ നമ്മൾ ക്ലോത്ത് കിട്ടുമ്പോൾ ക്ലോത്തിൻ്റെ പകുതിക്കൊന്ന് അങ്ങോട്ട് മടക്കിയിടുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 2 സൈഡും നമുക്ക് താഴ്ഭാഗം വെട്ടിക്കളയേണ്ടി വരും. ഇപ്പം ഞാൻ ചെയ്ത പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും തുണി വേസ്റ്റ് ആവാതെ നമ്മുടെ ലെങ്ത്തേക്കുള്ളത് മാത്രം നമുക്ക് ചെയ്താൽ മതി, നമുക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഈ തുണിയിൽ മാർക്ക് ചെയ്യാം. ആദ്യം ലെങ്ത്താണ് മാർക്ക് ചെയ്യണത്. നമ്മൾ തുണിയുടെ 2 ഭാഗത്തും നമ്മൾ നിൽക്കുന്ന ഭാഗത്തും തുണിയുടെ ലാസ്റ്റ് ഭാഗത്തും നമുക്ക് അളന്ന് നോക്കണം. ലെങ്ത്ത് ഒരേപോലെ തന്നെ അല്ലേ കിടക്കണത് എന്നുള്ളത്. മേലെന്ന് ഞാൻ നോക്കിയത് താഴെ 42 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. 42 ഇഞ്ചില്ലേന്ന് നമ്മൾ നിൽക്കുന്ന ആ ഭാഗത്ത് തുണിയുടെ അരൂലും മാർക്ക് ചെയ്യണം. അതേപോലെ തന്നെ തുണിയുടെ അറ്റത്തും ഞാൻ വെക്കുന്നുണ്ടല്ലേ, അതേപോലെ അറ്റത്തും നമ്മൾ അതേപോലെ തന്നെ മാർക്ക് ചെയ്യണം. എന്നിട്ട് നമുക്ക് സ്കെയിൽ വെച്ച് വരഞ്ഞിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്തുന്നില്ല. കാരണം വീഡിയോ ലോങ് ആയതുകൊണ്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി അടുത്തത് ഞാനിതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗത്തു കൂടെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്.
എൻ്റെ കത്രികയ്ക്ക് ചെറുതായിട്ട് മൂർച്ച കുറവുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പതുക്കെ ചെയ്യണത്. അപ്പോൾ ഞാനിതാ നമ്മളെ ലെങ്ത്ത് അളന്നിട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, എനിക്ക് ഒരു ഭാഗത്തുനിന്ന് ചെറിയൊരു പീസ് എനിക്ക് പോയിട്ടുള്ളൂ, ബാക്കിയുള്ള തുണിയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്തത് നമ്മളെ ഹിപ്പിൻ്റെ അളവാണ് കേട്ടോ എടുക്കുന്നത്. അതെനിക്ക് കിട്ടിയിട്ടുള്ളത് 13.5 ഇഞ്ചല്ലേ. അപ്പോൾ നിങ്ങളെ അളവാണ് കേട്ടോ അടയാളപ്പെടുത്തേണ്ടത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 13.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തിക്കുന്നത്. അപ്പോൾ ഞാൻ ആ 13.5 ഇഞ്ച് ഇതാ അവിടെ അടയാളപ്പെടുത്തി. അതിന് ശേഷം നമുക്ക് ക്രോച്ച് ലെങ്ത്താണ് എടുക്കുന്നത്, അത് 15 ഇഞ്ചാണ്. ആ 15 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളാ ഭാഗത്തുനിന്ന് അങ്ങോട്ടും താഴെ ക്രോച്ചിൻ്റെ ലെങ്ത്തിൻ്റെ അവിടെ ഈ 13.5 ഇഞ്ച് തന്നെ ഇല്ലേ എന്നുള്ളത് നോക്കണം കേട്ടോ. അതെന്തായാലും ഉറപ്പ് വരുത്തണം, അതല്ലെങ്കിൽ നമ്മളെ അളവ് മാറിപ്പോവും. അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ വെച്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം മാത്രം വരഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ആ ഭാഗത്തു കൂടെ ക്രോച്ച് ലെങ്ത്ത് വരഞ്ഞു കൊടുക്കുകയാണ്. അതിന് ശേഷം ക്രോച്ചിൻ്റെ വീതി നമുക്ക് അളക്കണം. അത് 3 ഇഞ്ചാണ് ഞാൻ പറഞ്ഞല്ലോ. ആ 3 ഇഞ്ചും നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് അത് കൂടെയും വരയാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഞാനിതിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം കേട്ടോ. എന്നിട്ട് ഫ്രീ ആയിട്ടല്ലേ ഞാനിതിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും എന്ത് സംശയം ചോദിച്ചിട്ട് നമുക്കൊരു വരുമാനം ഉണ്ടാക്കാം. വീട്ടിലിരുന്ന് തന്നെ നമുക്കും ഒരു വരുമാനം ഉണ്ടാക്കാം കേട്ടോ. ഈ ഒരു അളവോളം നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു പേടിയില്ലാതെ നിങ്ങൾക്ക് മറ്റൊരാളുടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഈ ക്രോച്ചിൻ്റെ ഈ ഭാഗത്തേക്ക് നമ്മൾ ചെരിച്ച് വരച്ച് കൊടുക്കണ്ടല്ലോ, അത് ഞാൻ എന്തായാലും എനിക്ക് ക്രോച്ചിൻ്റെ ഭാഗത്തേക്ക് കുറച്ച് വീതി കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ കുറച്ച് വീതിയിലാണ് മേലെ തന്നെ ഞാൻ ചെരിച്ച് വരയ്ക്കുക കേട്ടോ. അതല്ല പകുതിക്കൊന്ന് വരയേ, അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ എനിക്ക് കുറച്ചും കൂടി വീതി ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ മേലെന്ന് താഴത്തേക്ക് തന്നെ ചെരിച്ച് അങ്ങനെ വരച്ച് കൊണ്ടാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി താഴെ നമുക്ക് നമ്മളെ അടി ലൂസ് 8 ഇഞ്ച് എന്ന് പറഞ്ഞല്ലോ, ആ 8 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ആ പറഞ്ഞ പോലെ തന്നെ സ്ട്രൈറ്റ് ആയിട്ട് മേലേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. തുണിയിൽ കാണുന്നത് സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക, എന്നാലേ പഠിക്കുള്ളൂ. അവിടെ നിങ്ങോട്ട് ചെരിച്ച് വരഞ്ഞു കൊടുക്കുക. ആ ഭാഗത്തേക്കാണ് പിന്നെ നമ്മളെ ക്രോച്ചിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് വരഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് അങ്ങനെ ഇടയിൽ അടയാളപ്പെടുത്തിയിട്ട് സ്കെയിൽ വെച്ച് വരയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൽ തന്നെ നമുക്ക് താഴെ മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ളതും നമ്മുടെ എലാസ്റ്റിക്കിന് മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ളതും ഒക്കെ ഇതിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ താഴെ ആ 2 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് അടയാളപ്പെടുത്തിയ ഭാഗത്തല്ല, ഞാൻ കോണായിട്ട് വരഞ്ഞിട്ടുണ്ടല്ലോ, ആ ഭാഗത്തു നിന്നാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. കണ്ടില്ലേ, ഇതേപോലെയാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കണം, ഇനി ഞാൻ എന്തൊക്കെ വീഡിയോ ഇതിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി അപ്ലോഡ് ചെയ്യണം എന്നുള്ളതും നിങ്ങൾ കമൻറ്റിലൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ അതിൻ്റെയൊക്കെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് മേലെ നമ്മളെ ക്ലോത്ത് ഫോൾഡ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അത് കാരണം അത് ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടെ, എന്നാലേ നമുക്ക് നമ്മളെ പാൻറ്റിൻ്റെ മുൻ പീസും ബാക്ക് പീസും ആവുള്ളൂ. അപ്പോൾ ഞാനിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ.